ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമാണ്. അപ്പം സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് സ്റ്റവിലോട്ട് കയറ്റാം. അപ്പോൾ ഇഡ്ഡലിക്കുള്ള മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഇഡ്ഡലിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണമൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് താളിക്കാം. അപ്പോൾ ഞാൻ ഒത്തിരി കഷ്ണമൊന്നും സാമ്പാറിന് ഇടാറില്ലേ. അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കുന്ന ദിവസം കുട്ടികൾക്ക് വേറെ ഒരു ലഞ്ചും വേണ്ട. 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി സാമ്പാറും. അപ്പോൾ ഇന്ന് ഇതാണ് ഇവരുടെ ലഞ്ചായിട്ട് ഞാൻ കൊടുത്തുവിടുന്നത്. ഇവിടെ ആഴ്ചയിലൊരു 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇഡ്ഡലി സാമ്പാറും ദോശ സാമ്പാറും ഒക്കെയാണ്. കാരണം കുട്ടികൾ മടിയില്ലാതെ കഴിക്കുന്ന ഒരൊറ്റ ഫുഡെന്ന് പറയുന്നത് ഇതാണ്. അപ്പം ഡോക്ടറും പറഞ്ഞത്, ഞാനൊരിക്കലും ഇത് ഡോക്ടറിനോട് പറഞ്ഞപ്പം ഡോക്ടറും പറഞ്ഞത് ഹെൽത്തി അല്ലേ, അങ്ങനെ കഴിച്ചോട്ടെ എന്നാണ് ഡോക്ടറും പറഞ്ഞത്. അപ്പം ഞാൻ അവർക്കുള്ള ലഞ്ച് എല്ലാം എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ഈ ഇഡ്ഡലിയൊക്കെ ഒന്ന് കട്ട് ചെയ്താണ് അവർക്ക് എടുത്ത് വെക്കുന്നത്. അപ്പം ഫോർക്ക് വെച്ച് കുത്തി കഴിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ സ്നാക്സ് ആണെങ്കിൽ മൂത്ത ആൾക്ക് ആപ്പിളാണ് ഇഷ്ടം, രണ്ടാമത്തെ ആൾക്ക് മാതളനാരങ്ങ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അതേ രീതിയിൽ 2 പേർക്കും ഓരോ സെപ്പറേറ്റാണ് സ്നാക്സ് എടുക്കുന്നത്. അപ്പം ഇത് ഇളയാൾക്കുള്ള സ്നാക്സാണ്, ഇത് മൂത്ത ആൾക്കുള്ള സ്നാക്സാണ്. അപ്പോൾ ടിഫിനെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അവരെ റെഡിയാക്കുക എന്നുള്ളതാണ് ഒരു വലിയ ചടങ്ങെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് അവർക്കുള്ള ടിഫിൻ.